തേർഡ് സെമ്മിലെ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ജംഉ വ തദ്വീനുൽ ഖുർആൻ. ഖുർആനിൻ്റെ ക്രോഡീകരണം. ഖുർആൻ്റെ ക്രോഡീകരണം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ലം യുജ്മഅ അൽ ഖുർആനു ഫി കിതാബിൻ വാഹിദിൻ ഫി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഖുർആൻ ഒരു ഗ്രന്ഥമായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ടിരുന്നില്ല. ബൽ കാന മഹ്ഫൂളൻ ഫി സുദൂരി സ്വഹാബത്തി വ മക്തൂബൻ അല മവാദി മുതഫരിഖത്തിൻ മിസ്ലു റികാഇ അൽ ജുലൂദി അൽ ഇളാമി വ സഅഫൻ നഖലി. പക്ഷേ അത് സ്വഹാബാക്കളുടെ ഹൃദയങ്ങളിലും അതുപോലെ തന്നെ വ മക്തൂബൻ അത് എഴുതപ്പെട്ടിരുന്നു അല മവാദി മുതഫരിഖത്തിൻ മിസ്ലു റികാഇ അൽ ജുലൂദി അൽ ഇളാമി വ സഅഫൻ നഖലി. പനയോല, അതുപോലെ തന്നെ ഈ എല്ലുകൾ, പിന്നെ തോലുകൾ, അതുപോലെയുള്ള റിക്കാഴുകൾ, അത് അങ്ങനത്തെ വസ്തുക്കളിലൊക്കെ ആയിരുന്നു എന്തിരുന്നത്, ഈ ഖുർആനിനെ എഴുതപ്പെട്ടിരുന്നത്. ബഅദ വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വഖൂഉൻ മഅരിക്കത്തുൽ യമാമ യുദ്ധമുണ്ടായി. അല്ലത്തി ഇസ്തശഹദ ഫീഹ അദദുൻ കബീറു മിൻ ഹഫിളത്തുൽ ഖുർആനി, അതിൽ ധാരാളം ഹാഫിളങ്ങൾ മരണപ്പെടുകയുണ്ടായി. ഖശിയ സ്വഹാബത്തു അലാ ളിയാഇൽ ഖുർആനി, സ്വഹാബാക്കളൊക്കെ ഭയപ്പെട്ടു, ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന് സ്വഹാബാക്കളൊക്കെ ഭയപ്പെട്ടു. ഫഅശാറ ഉമർ റളിയല്ലാഹു അൻഹു അലൽ ഖലീഫത്തി ബിജംഇൽ ഖുർആനി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഖലീഫയോട് ഖുർആനിനെ ഒരുമിച്ച് കൂട്ടപ്പെടാൻ ആവശ്യപ്പെട്ടു. ഫതറദ്ദദൽ ഖലീഫത അബൂബക്കർ ഫി ബിദായത്തിൽ അംരി ലിഖുദൂമിഹി അലാ ഫിഅൽ ലം യഫ്അൽഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ ഒരു മടി കാണിച്ചു. ആദ്യത്തിൽ ഈ പറഞ്ഞ ആ സമയത്ത് ഒരു മടി കാണിച്ചു, ഒരു വിഷമം കാണിച്ചു. വബഖി യുറാജിഉ ഹത്താ ശറഹ അല്ലാഹു തആല ഖൽബഹു ലിൽ ഫിക്റത്തി, എന്നാൽ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അത് ചെയ്യാനുള്ള രീതിയിലുള്ളൊരു തീരുമാനം ഇട്ടുകൊടുത്തു. സുമ്മ ഖററൽ ഖലീഫത അബൂബക്കർ സിദ്ദീഖ് ജംഉൽ ഖുർആൻ ഫീ മുസ്ഹഫിൻ വാഹിദിൻ, പിന്നെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, തീരുമാനിച്ചു ഖുർആനിനെ ഒരു കിതാബാക്കി ഒരുമിച്ച് കൂട്ടപ്പെടാൻ തീരുമാനിച്ചു. ഇഖ്തിയറ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു ഇഖ്തിയറ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ലിഹാദിഹിൽ മുഹിമ്മത്തു ലിഅന്നഹു കാന മിൻ കുത്താബിൽ വഹി വ ഹാഫിളുൽ ഖുർആനി. ഹാഫിളും പിന്നെ വഹീൻ്റെ എഴുത്തുകാരനുമായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു ആ ചുമതലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. ഫഖാമ ബിജംഇൽ ഖുർആനി മിനസ് സുദൂരി വ മിനൽ മവാദിൽ മക്തൂബത്തി ബഅദ തഹഖുഖി മിൻ കുല്ലി ആയത്തിൻ ബിശഹാദത്തി ഷാഹിദൈനി. ഓരോ വാക്യവും രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ, രണ്ട് സാക്ഷികളോടുകൂടിയാണ് അത് പലയിടങ്ങളിൽ നിന്ന്, സ്വഹാബാക്കളുടെ ഹൃദയങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇത് എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഖുർആനിനെ എഴുതിയത്. വലുമ്മത്ത് ഹാദിഹ സുഹ്ഫു ഫി മുസ്ഹഫിൻ വാഹിദിൻ വഹുഫിള ഇൻദ അബീ ബക്കർ സുമ്മ ഇൻദ ഉമർ മിൻ ബഅദിഹി വബഅദ വഫാത്തിഹി ഇൻദ ഖല്ല ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖുർആൻ ഇത് എഴുതിയ ശേഷം ഇത് എന്ത് ചെയ്തു, ഒരു മുസഹഫായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചിരുന്നത്. സുമ്മ ഇൻദ ഉമർ മിൻ ബഅദിഹി, അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈവശമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം അടുത്ത ഭരണം ഉമർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഖുർആൻ കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ ഖുർആനിനെ സൂക്ഷിച്ചത് ഉമർ റളിയല്ലാഹു ആയിരുന്നു. ബഅദ വഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ മരണശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ഇൻതഖല ഇലാ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഹഫ്സ ബീവിയിലേക്ക് അതിനെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ഹഫ്സ ബീവിയാണ് പിന്നെ അത് സൂക്ഷിച്ചത്. مع اتساع ركعت الدولة الإسلامية في عهد عثمان بن عفان ظهرت اختلافات في قراءة القرآن بين المسلمين في الأمصار المختلفة. ഇസ്ലാമിക രാജ്യങ്ങളിൽ
പിന്നെ എന്താണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് പിന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ വളരെയധികം എന്താണ് ശക്തി പ്രാപിച്ച എന്ന് പറഞ്ഞാൽ വികസിച്ച കാലഘട്ടമാണ്. ലഹറത്ത് ഇഖ്തിലാഫാത്ത് ഫി ഖിറാഅത്തിൽ ഖുർആനി ബൈനൽ മുസ്ലിമീന ഫിൽ അംസാറിൽ മുഖ്തലിഫത്തി. പിന്നെ മുസ്ലിമീങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള പിന്നെ എന്താണ് ഖിറാഅത്തുകൾ പിന്നെ പ്രത്യക്ഷമായി ഈ കാലഘട്ടത്തിൽ. എല്ലാവരും പിന്നെ വിവിധ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഖുർആൻ പാരായണത്തിൽ വ്യത്യാസങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. فأمر عثمان رضي الله عنه بنسخ المصحف الذي كان عند حفصة في عدة نسخ. എന്താണ് അർസല നുസഖത്തു ഇലാ കുല്ലി മിസ്റുൽ അംസാറിൽ ഇസ്ലാമിയത്തുൽ കുബ്ര. എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും ഹഫ്സ ബീവിയുടെ കൈവശമുള്ള പിന്നെ എന്താണ് ഖുർആൻ്റെ ഓരോ പകർപ്പുകൾ എല്ലാ പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്കും അയച്ചു കൊടുക്കാനായിട്ട് എന്ത് ചെയ്തു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. പിന്നെ അമർ ഉസ്മാൻ ബി ഹറഖിൽ മസാഹിഫിൽ ഉഖ്റ അല്ലത്തി കാനത് തുഖാലിഫുൽ മുസഹഫിൽ മുവഹദി. എന്നിട്ട് ബാക്കിയുള്ള ഈ പിന്നെ ഇതിൻ്റെ പകർപ്പുകളല്ലാത്ത ബാക്കി എല്ലാ മുസഹഫുകളും എന്ത് ചെയ്തു? കത്തിക്കാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. വഖദ് അഷ്റഫ അലാ ഹാദൽ മശ്റൂഇ ലിജന്നത്തി മിൻ കിബാരി സ്വഹാബ വഅലാ റഅസിഹിം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇതിൻ്റെ ദൗത്യം ഏൽപ്പിച്ചിരുന്നത് വലിയ സ്വഹാബാക്കൾക്കായിരുന്നു. വഅലാ റഅസിഹിം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിൽ പ്രമുഖരായിട്ടുള്ള അതിൻ്റെ നേതാവായിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് തിരഞ്ഞെടുത്തത്, ആ ചുമതല ഏൽപ്പിച്ചത്. യുഅറഫു ഹാദൽ മുസഹഫി ബി ഇസ്മിൽ മുസഹഫിൽ ഉസ്മാനി അവിൽ മുസഹഫിൽ ഇമാമി. ഈ മുസഹഫ് ഉസ്മാനിയ മുസഹഫ് എന്നും അല്ലെങ്കിൽ മുസഹഫുൽ ഇമാം എന്നും ഈ മുസഹഫിനെ അറിയപ്പെടുന്നു. വഹുവൽ മുസഹഫു അല്ലദി യത്ബഉ ഹാലിയൻ ബിർ റസ്മിൽ ഉസ്മാനി ഫീ കുല്ലി അൻഹായിൽ ആലമിൽ ഇസ്ലാമി. എല്ലാ ഇസ്ലാമിക ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉസ്മാനിക് ലിപിയിൽ പിന്തുടരുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് ഖുർആൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ചിട്ട് ഇതിൽ പഠിക്കാനുള്ളത്.